സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി കത്ത് നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥൻ നേരിട്ട മൃഗീയ മർദ്ദനത്തിന്റെയും ക്രൂരതയുടെയും തെളിവാണ് എന്ന് കത്തിൽ പറയുന്നു. SFIയുടെ അതിക്രമങ്ങൾക്ക് അധ്യാപകർ കൂട്ടുനിന്നെന്നും പ്രതികളെ സംരക്ഷിക്കാനാണ് CPIM നീക്കമെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. SFIക്കാർ ക്രിമിനൽ സംഘങ്ങളായി സംസ്ഥാനത്തുടനീളം അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SFIക്കാർ കൂട്ടം ചേർന്ന് ഇടിമുറിക്കകത്തിട്ട് ഇടിച്ച് അവസാനം 3 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഭീകരമായി മർദ്ദിച്ച് മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ കെട്ടിത്തൂക്കുകയാണ് ഉണ്ടായത്. ആ ഡീൻ നാരായണനെ ആണ് ആദ്യം സസ്പെൻഡ് ചെയ്യേണ്ടത്. VCയെ സസ്പെൻഡ് ചെയ്ത നടപടി 100% ശരിയാണ്. ജീവനക്കാരും അധ്യാപകരും വൈസ് ചാൻസലറും ഡീനുമെല്ലാം ഈ കൊലപാതകളായ SFIക്കാർക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഇതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ആ മൗനം പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നതിന് തുല്യമാണ്. MG പ്രതീക്ഷാണ് വാർത്തകൾ. പ്രതീക്ഷ ഇപ്പോഴും കുട്ടികൾ കാര്യമായി സംസാരിക്കാൻ തയ്യാറാവാത്ത പശ്ചാത്തലമുണ്ട്. സംസാരിക്കുന്നവർ പോലും ന്യായീകരിക്കാൻ വേണ്ടി വരുന്നവരാണ്. അവരെ എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല. പ്രതീഷ്, ഇപ്പോഴും ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ സംഘം ചേർന്ന മർദ്ദനം പോലെയുള്ള ലളിതമായ വകുപ്പുകൾ, ലളിതമാണെന്ന് ചോദിച്ചാൽ അല്ല, എങ്കിൽ കൂടിയും ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ തോത് വെച്ചാൽ അത് ആ വകുപ്പ് ലളിതമാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അന്വേഷണത്തിൽ ഈ കുടുംബം തൃപ്തരാണോ? ഹാഷ്മി, കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. കാരണം ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട്. 2 വർഷം മാത്രം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. പക്ഷേ കുടുംബം ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുടുംബം പറയുന്ന തരത്തിൽ ശക്തമായൊരു നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നതിൽ കുടുംബത്തിന് വലിയ നിരാശയുണ്ട്. മാത്രമല്ല, ഈ വിദ്യാർത്ഥികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസ് എന്നും കുടുംബം പറയുന്നു. കാരണം കൃത്യമായൊരു ഗൂഢാലോചന ഈ കേസിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറ്റക്കാരായ മുഴുവൻ പേർക്കെതിരെയും നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഈ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. പല കാര്യങ്ങളും രക്ഷിതാക്കളിൽ നിന്ന് കോളേജ് അധികൃതർ മറച്ചുവച്ചു. ഈ ഡീൻ ഉൾപ്പെടെയുള്ളവർ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുൾപ്പെടെ പ്രതികളാകണം, ഇവർക്കെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ പോലീസ് തലത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ അത് നിയമപരമായി പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ കുടുംബം എത്തിയിട്ടുണ്ട്. മുൻ വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്നും ഡീന്റെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ചകൾ സംഭവിച്ചു. ഈ പ്രതികളെ കുറ്റക്കാരെ സംരക്ഷിച്ചിട്ടില്ല എന്നുള്ള ഡീന്റെ മറുപടി പൂർണ്ണമായും കുടുംബം തള്ളുകയാണ്. കാരണം ആ കോളേജിലെ ഒരു വിദ്യാർത്ഥി മരണപ്പെടുമ്പോൾ ആ മരണവിവരം മറ്റൊരു വിദ്യാർത്ഥിയെ കൊണ്ടല്ല ഈ വീട്ടുകാരെ അറിയിക്കേണ്ടത്. അത്തരത്തിൽ തന്റെ യാതൊരു കടമയും കോളേജിലെ ഹോസ്റ്റൽ വാർഡൻ കൂടിയായ ഡീൻ നിറവേറ്റിയിട്ടില്ല. ഈ 3 മണിക്കൂർ മാത്രം ഉണ്ടായിരുന്നൊരു മർദ്ദനമല്ല, ദിവസങ്ങളോളം സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടും അവിടെ ഉണ്ടായിരുന്ന VCO ഒപ്പം ഈ ഡീനോ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഒരു തൃപ്തി കുടുംബം രേഖപ്പെടുത്തിയെങ്കിലും ഈ മറ്റു ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ വലിയ അമർഷം കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ, ഒപ്പം കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ശക്തമായൊരു നടപടിയിലേക്ക് പോകണമെന്ന ഒരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് CBI അന്വേഷണം ആവശ്യപ്പെട്ട കത്ത് അയച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണത്തിലെ സത്യം പുറത്തു വരണം, ഒപ്പം ഗൂഢാലോചന അടക്കം പുറത്തു വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വേണമെന്നതാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. ഈ പൂക്കോട്ട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ പരിഹരിക്കണമെങ്കിൽ ഇതിലെ എല്ലാ സത്യങ്ങളും കുറ്റക്കാരും ഉൾപ്പെടെ പുറത്തു വരേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ പോരാ, CBI പോലുള്ള അല്ലെങ്കിൽ CBI അന്വേഷണം തന്നെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വേണമെന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന കാര്യം. കുടുംബവും അത് തന്നെ ശരിവെക്കുന്നുണ്ട്. എന്തായാലും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടിക്ക് കൂടിയാണ് ഇപ്പോൾ കുടുംബം കാത്തു നിൽക്കുന്നത്. അത്തരത്തിലൊരു നടപടി വൈകാതെ തന്നെ സർക്കാരിൽ നിന്നുണ്ടായില്ലെങ്കിൽ അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഹാഷ്മി.